ഓക്കെ, അപ്പൊ റെസൊണൻസ് ഒന്ന് ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് സീരീസ് റെസൊണൻസ്. സീരീസ് റെസൊണൻസ് എന്താണ് സീരീസ് റെസൊണൻസ് എന്ന് പറയുന്നത്? ഓക്കെ, ഒരു സീരീസ് ആർ എൽ സി ശ്രദ്ധിക്കുക. സീരീസ് ആർ എൽ സി നെറ്റ്വർക്ക് തിയറി ആണേ. ഓക്കെ, സീരീസ് ആർ എൽ സി സർക്യൂട്ട്, ആർ എൽ സി സർക്യൂട്ട്. ആർ ഉണ്ട്, എൽ എന്ന് പറയോ എക്സ് എൽ എന്ന് പറയോ? എക്സ് എൽ എന്ന് പറയാം. എൽ ആണ്, പക്ഷെ നമുക്ക് എക്സ് എൽ എന്ന് പറയാം. എക്സ് സി. ഇവിടെ ഒരു എ സി അപ്ലൈ ചെയ്യുന്നുണ്ട്. എ സി ആണ്. എ സിക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്, വി ആർ എഫ്. ഓക്കെ, ഇവിടെ ഒരു കറണ്ട് പോകും, കടത്തി ഇവിടെയാണ്. തീർച്ചയായിട്ടും പോകും, എ സി കറണ്ടാണ്. ഓക്കെ, ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ ഫ്രീക്വൻസി ഉണ്ടല്ലേ. ഈ ഫ്രീക്വൻസി ഞാൻ സീറോയിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് ഞാൻ കൂട്ടുകയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? സീരീസ് ആർ എൽ സി സർക്യൂട്ടാണ്. സീരീസ് ആർ എൽ സി സർക്യൂട്ടിൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഒരു ആർ എൽ സി സർക്യൂട്ട് സീരീസ് ആയിട്ട് പ്ലേസ് ചെയ്യും. അവിടെ വോൾട്ടേജും ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ആ ഫ്രീക്വൻസിയുടെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ 0 to ഇൻഫിനിറ്റി ഞാൻ വേരി ചെയ്യാൻ പോവുകയാണ്. സീരീസ് റെസൊണൻസ് ആണ് ടോപ്പിക്. ഓക്കെ, അപ്പം ഫ്രീക്വൻസി വേരി ചെയ്യുമ്പോൾ ഇതിലെ ഏതൊക്കെ പാരാമീറ്ററിന് ചേഞ്ച് ഉണ്ടാവും? ആർ, എക്സ് എൽ, എക്സ് സി ആരൊക്കെ ചേഞ്ച് ഉണ്ടാവും? ആറിന് ചേഞ്ച് ഉണ്ടാവോ? ഇല്ല. ഫ്രീക്വൻസി ഇൻഡിപെൻഡന്റ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഡിപെൻഡ് ആയിരിക്കും, പക്ഷെ ഫ്രീക്വൻസി ഇൻഡിപെൻഡന്റ് ആണ് റെസിസ്റ്റൻസ്. അപ്പം ഫ്രീക്വൻസി ഡിപെൻഡ് ആരാണ്? എക്സ് എല്ലും എക്സ് സിയും. നിങ്ങൾക്കറിയാം എക്സ് എല്ലിന്റെ ഫോർമുല ശ്രദ്ധിക്കുക. എക്സ് എല്ലിന്റെ ഫോർമുല 2π FL എന്ന് പറയാം. എക്സ് സിയുടെ ഫോർമുല 1/2π FC എന്ന് പറയാം. Here in both cases when or frequency equal to 0, രണ്ട് കേസും ഫ്രീക്വൻസി 0 ആകുമ്പോൾ എക്സ് എൽ എന്തായിരിക്കും? ഓക്കെ, ഫ്രീക്വൻസി 0 എക്സ് എല്ലിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് സിയുടെ വാല്യൂ എന്തായിരിക്കും? എക്സ് സിയുടെ വാല്യൂ 1/0 ഇൻഫിനിറ്റി. നമുക്കറിയാം റിയാക്റ്റൻസ്, കപ്പാസിറ്റി റിയാക്റ്റൻസ് എപ്പോഴും നമ്മൾ സർക്യൂട്ടിൽ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനി നിങ്ങൾ കാണുന്നത് എപ്പോഴും നമ്മൾ റെപ്രസെന്റ് ചെയ്തതാണ് -j(xc) എന്നായിരിക്കും അല്ലെ. R-j(xc) എന്നല്ലേ നമ്മൾ ആർ സി നെറ്റ്വർക്ക് നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? R-j(xc) ആണ് റെപ്രസെന്റേഷൻ. അപ്പൊ കപ്പാസിറ്റി റിയാക്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും നമുക്ക് തന്നേക്കുന്നത് റിയാക്റ്റൻസ് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായിരിക്കും? ഇവിടെ -ഇൻഫിനിറ്റി ആയിരിക്കും കിട്ടുക. മനസ്സിലായി? ശരി, ഇനി അടുത്ത ഫ്രീക്വൻസി കൂട്ടുകയാണ്. വെൻ ഫ്രീക്വൻസി ഇൻക്രീസസ്, എക്സലിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും, എക്സ് സിയുടെ വാല്യൂ ഡിക്രീസസ് ഫ്രം വേർ -ഇൻഫിനിറ്റി ടു -ഇൻഫിനിറ്റിയിൽ നിന്ന് അത് കുറയാൻ തുടങ്ങും, 0 കുറയാൻ തുടങ്ങും. ഓക്കെ, അതായത് ഫ്രീക്വൻസി കൂട്ടുന്ന സമയത്ത് എക്സലിന്റെ വാല്യൂ കൂടും, എക്സിന്റെ വാല്യൂ കുറയും അല്ലേ. അറ്റ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി എക്സലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ഇത് കൂടും ഇത് കുറയല്ലേ. അപ്പൊ ഒരു സമയത്തുമ്പോൾ എന്താണ്? രണ്ടിന്റെ വാല്യൂ ഈക്വൽ ആവും. എക്സ് എൽ ഈക്വൽ ടു എക്സ് സി. ആ പർട്ടിക്കുലർ ഫ്രീക്വൻസി പറഞ്ഞ പേരാണ് എന്താണ്? റെസൊണന്റ് ഫ്രീക്വൻസി. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, ഇനി ഫ്രീക്വൻസി ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫ്രീക്വൻസി ഇൻഫിനിറ്റി ആകുമ്പോൾ എക്സ് എല്ലിന്റെ വാല്യൂ എന്തായിരിക്കും? ഇൻഫിനിറ്റി. എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0. എന്തുകൊണ്ട് 0 ആയി? നിങ്ങൾക്കറിയാലോ എക്സിന്റെ വാല്യൂ എന്താണ്? 1/2π FC. എഫ് 1/∞ എന്നാണ്, 0 അല്ലേ, therefore 0. ഇവിടെ എന്താണ്? എക്സ് എൽ ഈക്വൽ ടു 2π FL. അപ്പൊ എഫ് ഇൻഫിനിറ്റി ആകുമ്പോൾ എക്സ് എല്ലും ഇൻഫിനിറ്റി ആയിരിക്കും. എക്സ് എൽ ആണേ, ഇത് എക്സ് സി ആണ്. മനസ്സിലായോ? ഈ കണ്ടീഷൻ കാരണം അപ്ലൈ ചെയ്യാം. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു കണ്ടീഷനും കൂടെ എഴുതാം. ആലോചിച്ച് ഓക്കെ. ഇതുവരെ എഴുതിക്കേട്ടോ. ഫ്രീക്വൻസി വേരിയേഷൻ ഫ്രം 0 to ഇൻഫിനിറ്റി എന്താ സംഭവിക്കാൻ നോക്കിക്കോ. ഇസഡിന്റെ വാല്യൂ √R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. ഇത് കണ്ടിട്ടുണ്ടല്ലോ ഇക്വേഷൻ. RLC സർക്യൂട്ടിലെ ഇംപെഡൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ്. Z ഈക്വൽ √R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. ഓക്കെ,
ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ക്ലിയർ? ഇവിടെ എക്സലും എക്സിയും എക്സൽ ഉണ്ട് എക്സി ഉണ്ട് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. ഞാൻ ശ്രദ്ധിക്കുക ഫ്രീക്വൻസി സീറോ ആയിരിക്കുമ്പോൾ ഇസഡിന്റെ വാല്യൂ എന്തുമായിരിക്കും? ഫ്രീക്വൻസി സീറോ ആയിരിക്കുമ്പോൾ എക്സലിന്റെ വാല്യൂ സീറോ ആണ്. ഓക്കെ, എക്സിയുടെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി ആണ് അല്ലേ? therefore മൈനസ് ഓൾറെഡി ഇവിടെ ഉണ്ട്, അപ്പൊ എന്തായിരിക്കും? പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കത്തില്ലേ അല്ലേ? അപ്പം ഇൻഫിനിറ്റി ആയിരിക്കും. ഫ്രീക്വൻസി സീറോ ആവുന്ന കണ്ടീഷനിൽ ഇസഡ് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. when frequency increases എക്സലിന്റെ വാല്യൂ എന്ത് ചെയ്യും? ആദ്യം കൂടുമെന്ന് പഠിപ്പിച്ചു, എക്സിന്റെ വാല്യൂ കുറയുമെന്ന് പഠിപ്പിച്ചു അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന്റെ വാല്യൂ കൂടുകയാണ്, ഇതിന്റെ വാല്യൂ കുറയാണ് അല്ലേ? അപ്പോൾ ഓവറോൾ വാല്യൂ എന്തുമായിരിക്കും ചെയ്യുന്നത്? ഇത് ഓവറോൾ ഡിഫറൻസ് കുറയല്ലേ ചെയ്യുന്നേ? ഡിഫറൻസ് കുറയല്ലേ ചെയ്യുന്നേ? കാര്യം ഒന്ന് കൂടുന്നു ഒന്ന് കുറയുന്നു. ആദ്യം ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഇതാണ് എക്സൽ, ഇത് എക്സി എന്ന് വിളിച്ചോ. ഇതിൽ എക്സൽ കൂടുന്നു എക്സി കുറയുന്നു, ഇപ്പൊ ഇവിടെ എത്തി. അപ്പൊ ഇത് നമ്മൾ ഡിഫറൻസ് കുറഞ്ഞില്ലേ? അപ്പൊ ഈ വാല്യൂ എന്ത് ചെയ്യും? കുറയും. സോ ഇസഡ് വിൽ ഡിക്രീസ്. അപ്പം എന്താണ് സംഭവിക്കുന്നത്? ഫ്രീക്വൻസി കൂടുമ്പോൾ എക്സൽ കൂടെ എക്സി കുറയും, therefore ഇസഡ് എന്ത് ചെയ്യും? കുറയും. അടുത്ത കണ്ടീഷൻ എക്സൽ ഈക്വൽ ടു എക്സി when at a particular frequency f equal to fr എന്ന് വിളിച്ചു. അതാണ് റെസൊണേറ്റീവ് ഫ്രീക്വൻസി എന്നാണ് വിളിച്ചത് അല്ലേ? റെസൊണേറ്റീവ് ഫ്രീക്വൻസി fr എന്നോ ഒമേഗ ആർ എന്നോ എഫ് നോട്ട് എന്നൊക്കെ വിളിക്കും കേട്ടോ. ഓക്കെ, ആ ഫ്രീക്വൻസി എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ആ ഫ്രീക്വൻസി എത്തുമ്പോഴേ നമ്മൾ പഠിച്ചു എന്തായിരുന്നു? എഫ് ഈക്വൽ എഫ് ആർ ആവുമ്പോൾ എന്താ കണ്ടീഷൻ? ഓക്കെ, ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സലും എക്സി ഈക്വൽ ആയിരിക്കും അല്ലേ ആ കണ്ടീഷനിലെ? അപ്പൊ എന്താണ്? സീറോ സ്ക്വയർ. കാര്യം എക്സൽ മൈനസ് എക്സി എന്ന് പറഞ്ഞാൽ സീറോ ആയിരിക്കും. അതായത് എക്സൽ ഈക്വൽ ടു എക്സി. മൂന്നാമത്തെ കണ്ടീഷനാണ്. കണ്ടീഷൻസ് ഞാൻ ഇവിടെ റൗണ്ട് ഇട്ട് കാണിക്കാം. കണ്ടീഷൻ 1, കണ്ടീഷൻ 2, കണ്ടീഷൻ 3. ഇത് കണ്ടീഷൻ ആയിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് പറയേണ്ട കാര്യമില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അവിടെ എന്താ കിട്ടുന്നേ? ഇസഡ് ഈക്വൽ ടു ആർ. ഇസഡ് ഈക്വൽ ടു ആർ. therefore impedance at a resonant frequency is z equal to r. അപ്പോൾ ഇംപിഡൻസ് എന്ന് പറയുന്നത് r ആയിരിക്കും എപ്പോഴാണ്? റെസൊണന്റ് ഫ്രീക്വൻസി അല്ലേ? ലാസ്റ്റ് കണ്ടീഷൻ കൂടെ എഴുതിയിട്ട് നമുക്കൊരു ക്യാര വരച്ചിട്ട് ബാക്കി ഡെറിവേഷനിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾ എഴുതുന്നുണ്ടല്ലോ അല്ലേ? ഇത് എഴുതാൻ പറയേണ്ട കാര്യം നിങ്ങൾ ഫൈനലി ഞാൻ ഇതിന്റെ ഒരു കൺക്ലൂഷൻ തരാം, അത് വേറെ. പക്ഷേ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, ഇവിടെ ഇസഡ് ഈക്വൽ ടു എന്തായിരുന്നു? ആർ എന്ന കണ്ടീഷനാണ് നമ്മളിപ്പോ കിട്ടിയല്ലേ? ഒരു സെക്കൻഡ്. ശരി, ഓക്കെ, ഏതുവരെയായി? ശരി, അപ്പൊ ഇനി കറണ്ട് അല്ല, ഇനി ഒരു കണ്ടീഷൻ കൊണ്ടുണ്ടല്ലോ നമുക്ക്. എങ്ങനെയാണ്? ഇസഡ് ഈക്വൽ ഫ്രീക്വൻസി ഈക്വൽ ടു ഇൻഫിനിറ്റി. ഫ്രീക്വൻസി ഈക്വൽ ടു ഇൻഫിനിറ്റി മൂന്നാമത്തെ കണ്ടീഷൻ. ഇത് ഇങ്ങനെയാണ്, ഇത്രയും പോർഷൻ നേരത്തെയാണ്. ഓക്കെ, ഫ്രീക്വൻസി ഈക്വൽ ഇൻഫിനിറ്റി. ഫ്രീക്വൻസി ഈക്വൽ ഇൻഫിനിറ്റി എന്നാണ് സംഭവിക്കുന്നത്. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? വീണ്ടും ഇൻഫിനിറ്റി ആയി പോകത്തില്ലേ അല്ലേ? എക്സൽ ഇൻഫിനിറ്റി ആവല്ലേ അല്ലേ? ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സൽ മൈനസ് എക്സി ദ ഹോൾ സ്ക്വയർ. അതിൽ എക്സി സീറോയും എക്സൽ ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ ഇസഡ് എന്താണ്? ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഈ കണ്ടീഷൻസ്, നമ്മൾ ഇത്രയും പഠിച്ച കണ്ടീഷൻസ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? ഓക്കെ, ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. എങ്ങനെയായിരിക്കും? ഇവിടെ എന്താണ്? ഇസഡ് ഫ്രീക്വൻസി, ഇതെന്താണ്? ഇസഡ്. അപ്പം ലോ ഫ്രീക്വൻസി സീറോ ആയിരിക്കും, എന്തായിരിക്കും അതിന്റെ കർവ്? എങ്ങനെയായിരിക്കും? ഫ്രീക്വൻസി സീറോ ആയപ്പോൾ അതിന്റെ കർവ് എങ്ങനെയായിരിക്കും? ഇവിടെ നോക്കാം. ഇൻഫിനിറ്റി. ഇസഡ് എന്ന് പറഞ്ഞത് ഇൻഫിനിറ്റി. അപ്പൊ അങ്ങ് ഇൻഫിനിറ്റിയിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. പിന്നെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഇസഡിന്റെ വില എന്ത് ചെയ്യും? കുറയും. മനസ്സിലായോ? കുറഞ്ഞ് ഇവിടെ എത്തി അല്ലേ?
ഒരു ഏത് ഫ്രീക്വൻസി നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ ഇപ്പോൾ പറഞ്ഞു. ഇനി പർട്ടിക്കുലർ ഫ്രീക്വൻസി എഫ് ആർ റെസൊണന്റ് ഫ്രീക്വൻസി എത്തുമ്പോൾ എന്താണ് എക്സ് എൽ എക്സിന്റെ വാല്യൂ ഈക്വൽ ആവും. ആ സമയത്ത് ഇംപെഡൻസിന്റെ വാല്യൂ എന്താണ് ആറാണ്. അത് ഏറ്റവും മിനിമം ആണ് കേട്ടോ, അതും കൂടെ എഴുതിക്കണം. അത് മിനിമം വാല്യൂ ആണ്, മിനിമം വാല്യൂ ഓഫ് ഇംപെഡൻസ്. ഇംപെഡൻസ് occur at minimum value of impedance occur at resonating frequency. Minimum value of impedance occur at resonating frequency. ഓക്കെ, ഇതിനെ എഫ് ആർ എന്ന് വിളിക്കാം. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും ഫ്രീക്വൻസി കൂട്ടി കഴിഞ്ഞ് ഇപ്പം എക്സ് എൽ എക്സ് ഈക്വലായി. നേരത്തെ വരച്ച പടം ഒന്ന് സൂചിപ്പിച്ചു തരാം. ആദ്യം ഇതായിരുന്നു എക്സ് എൽ, ഇത് എക്സ് സി ആണെന്ന് വെച്ചോ. എക്സ് എൽ കൂടുകയാണ്, ഫ്രീക്വൻസി കൂടുന്ന എക്സ് എൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, എക്സ് സി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ ഡിഫറൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കേസ് എത്തുമ്പോൾ രണ്ട് ഈക്വലായി, ആണ് ഈ പോയിന്റ്, രണ്ട് ഈക്വലായി. പിന്നെയും ഫ്രീക്വൻസി കൂടുമ്പോൾ എക്സ് സിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എക്സ് എൽ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴിത് തമ്മിൽ ഡിഫറൻസ് പിന്നെയും കൂടുകയല്ലേ, രണ്ടാമത്തെ കേസിൽ പിന്നെയും കൂടുകയാണ്. പക്ഷേ ഇന്നും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നേ ഉള്ളൂ. അതായത് ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, പിന്നെയും ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ ഇതിന്റെ കർവ് എന്ത് ചെയ്യും, കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇതാണ് ഇംപെഡൻസിന്റെ കർവ്. ഇവിടെ നമ്മൾ ചെറിയ ഡോട്ട് ഇട്ട് ഒരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ റെസൊണന്റ് ഫ്രീക്വൻസിയിൽ ഇംപെഡൻസ് എന്തോ ആയിരിക്കും, മിനിമം ആയിരിക്കും. ദാറ്റ് ഈസ് ഇസ് ഈക്വൽ ടു ആർ ആയിരിക്കും. ഇനി നിങ്ങൾക്കറിയാം, നോക്കേ, ഫ്രീക്വൻസി റെസൊണന്റ് ഫ്രീക്വൻസിക്ക് മുന്നേ ഞാൻ രണ്ട് കണ്ടീഷൻ പറഞ്ഞു. റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കണ്ടീഷനാണ്. ഇത് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്, ഇത് നാലാമത്തത്. ഈ മൂന്നാമത്തെ കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത് റെസൊണന്റ് ഫ്രീക്വൻസിയുടെ കാര്യം. അതിന് മുന്നേ ഏത് റിയാക്ടൻസ് ആയിരുന്നു കൂടുതൽ, എക്സ് എൽ ആണോ എക്സ് സി ആണോ? എക്സ് എൽ ആണോ എക്സ് സി ആണോ കൂടുതൽ? ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് സി ആണ് കൂടുതൽ. കാര്യം നമ്മൾ ഫ്രീക്വൻസി സീറോ ആകുമ്പോൾ അവിടെ ഇവിടെ ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. നോക്കിയേ, ഫ്രീക്വൻസി സീറോ ആകുമ്പോൾ എക്സ് എൽ സീറോയും എക്സ് സി മൈനസ് ഇൻഫിനിറ്റി ആണ്. മൈനസ് അതിന്റെ കപ്പാസിറ്റി വരുന്ന മൈനസ് ആണ്, അതിന്റെ വാല്യൂ എന്താണ്, ഇൻഫിനിറ്റി ആണ്. സോ ലോ ഫ്രീക്വൻസിയിൽ, അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. ലോ ഫ്രീക്വൻസിയിൽ, അതായത് ഫ്രീക്വൻസി സീറോ മീൻസ് ലോ ഫ്രീക്വൻസിയിൽ എക്സ് എൽ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും, എക്സ് സി എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. സോ lesser the frequency from എന്താണ് resonative frequency, the circuit will act as capacitive. അപ്പം ഇവിടെ എന്തായിരിക്കും, കപ്പാസിറ്റീവ് സർക്യൂട്ട് ആയിരിക്കും. സോ എന്ത് പവർ ഫാക്ടർ ആയിരിക്കും, ലീഡിംഗ് പവർ ഫാക്ടർ ആയിരിക്കും. ഇപ്പൊ ഗ്രേറ്റർ ദ റെസൊണന്റ് ഫ്രീക്വൻസി എന്തായിരിക്കും കണ്ടീഷൻ വരുന്നത്, ഇൻഡക്റ്റീവ് ലോഡ് ആയിരിക്കും, ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും അല്ലേ. അതിന് വ്യക്തമായ കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അല്ലേ. ഫ്രീക്വൻസി കഴിഞ്ഞാൽ പിന്നെ ആരാ കൂടുന്നേ, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഫ്രീക്വൻസി ഇൻഫിനിറ്റി ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എക്സ് എൽ ഇൻഫിനിറ്റി ആവുകയാണ് അല്ലോ. ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് കൂടുതൽ, എക്സ് സിയുടെ വാല്യൂ കുറവാണ്. സോ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആക്ട് ചെയ്യും ആൻഡ് ദ പവർ ഫാക്ടർ വിൽ ബി ലാഗിങ് പവർ ഫാക്ടർ. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇത് ഞാൻ വരച്ചത് ഇംപെഡൻസിന്റെ വേവ് ഫോം ആണെന്ന് സങ്കല്പിക്കാം. ഒരു കാര്യം കൂടെ, ഇംപെഡൻസിന്റെ വേവ് ഫോം ആണ്. ഇനി ഇതിന്റെ കറണ്ടിന്റെ വേവ് ഫോം കൂടെ നമുക്ക് വരയ്ക്കാം. നമുക്കറിയാം I ഈക്വൽ ടു വി ബൈ ഇസഡ്. അപ്പോൾ ഇസഡിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് ഐ വരുന്നത്. അപ്പോൾ അത് രണ്ട് ഇൻവേഴ്സ് ആയിട്ട് വരച്ചാൽ പോരെ. അതായത് ഇത് ഇംപെഡൻസിന്റെ ആണല്ലോ, റെഡ് കളറിൽ വരച്ചേക്കുന്നത് ഇംപെഡൻസിന്റെ ആണ്. ഇനി അടുത്തെന്താണ്, കറണ്ടിൻ്റെത് വരയ്ക്കുക. കറണ്ടിൻ്റെത് വരയ്ക്കുന്നത് തിരിച്ച് പീക്കിൽ പോയിട്ട് തിരിച്ചു വരും. ഇതാണ് കറണ്ടിന്റെ വേവ്. ഇതായി. ക്ലിയർ? ഓക്കെ, ഇത് കറണ്ടിൻ്റെത്. ഈ കറണ്ടിന്റെ വേവിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്, അത് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് വരാം. അപ്പൊ ഇത് നിങ്ങൾ വരച്ചെടുക്കുക. ലോ പവർ ഫാക്ടർ, ലോ ഫ്രീക്വൻസി ആണെങ്കിൽ, ലെസർ ദ ഫ്രീക്വൻസി ആണെങ്കിൽ എന്താണ്, റെസൊണന്റ് ഫ്രീക്വൻസിക്കാളും കുറവാണെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ, കപ്പാസിറ്റി ലോഡും. ഗ്രേറ്റർ ഫ്രം റെസൊണന്റ് ഫ്രീക്വൻസി ആണെങ്കിൽ എന്താണ്, ഇൻഡക്റ്റീവ് ലോഡ് ആയിരിക്കും. ഇൻഡക്റ്റീവ് സർക്യൂട്ട്, ലോഡല്ല സർക്യൂട്ട് ആയിട്ട് പറയാണ്. അടുത്ത് ശ്രദ്ധിക്കുക, അടുത്ത് വരുന്നത് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ ആ കണ്ടീഷൻ വെച്ച് അതിന്റെ റിയാക്ടൻസിന്റെ അതും കൂടെ വരച്ചേക്കട്ടോ. എക്സ് എൽ, എക്സ് സി, ആർ, ഈ മൂന്നിന്റെയും വേരിയേഷൻ വിത്ത് ഫ്രീക്വൻസി. ഓക്കെ, ഫ്രീക്വൻസി ഇതാണ്, ഇത് റിയാക്ടൻസ് ആണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ,
നമ്മുടെ എക്സൽ എങ്ങനെയായിരിക്കും പോവുക? ആർ എപ്പോഴും കോൺസ്റ്റന്റ് ആട്ടോ. ആറ് നമുക്ക് ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. ആറ് കോൺസ്റ്റന്റ് ആണ്. ആറ് കോൺസ്റ്റന്റ് ആണ്. എക്സൽ എങ്ങനെയായിരിക്കും നോക്കിയേ. എക്സലിന്റെ ഫോർമുല എന്താണ്? എക്സൽ ഈക്വൽ ടു 2 π FL. അപ്പോൾ ഫ്രീക്വൻസി 0 ആയിരിക്കും, എക്സൽ ലെവൽ 0 ആയിരിക്കും. ഫ്രീക്വൻസി ഇൻഫിനിറ്റി ആകുമ്പോൾ എക്സൽ ലെവൽ ഇൻഫിനിറ്റി. therefore എക്സൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. സോ ലീനിയർ ആണ്. therefore we can draw a straight line. ഇതാണ് എക്സൽ. ഇനി എക്സിയുടെ എങ്ങനെയായിരിക്കും നമുക്കിവിടെ നോക്കാം. എക്സി ഈക്വൽ ടു 1/2πfc ആണ്. 1/2πfc ആണെങ്കിൽ നമുക്കറിയാം മൈനസ് ആണ്. ഓക്കെ, ഫ്രീക്വൻസി 0 ആകുമ്പോൾ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും, മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. സോ അതിന്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റി എന്ന് കുറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു വാല്യൂ ആയിരിക്കും. ഇൻഫിനിറ്റിയിലാണ് ഇത് മീറ്റ് ചെയ്യത്തുള്ളൂ. ഇൻഫിനിറ്റിയിലെ ഇത് 0യിൽ മീറ്റ് ചെയ്യത്തുള്ളൂ. സോ ഇത് എക്സി. ഇതും കൂടെ ഒന്ന് വരച്ചെടുത്തേക്ക്. ഇനി അടുത്ത് റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഡെറിവേഷനും കൂടെ നമുക്ക് നോക്കണം. വേഗം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഒരു സെക്കൻഡ്. ശരി, അപ്പൊ നമുക്ക് അടുത്ത് ഇതിന്റെ റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ഡെറിവേഷൻ. ഡെറിവേഷൻ ഒന്നും വേണ്ട, പക്ഷെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ വേണമെങ്കിൽ ഡെറൈവ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. ഏത് സർക്യൂട്ടിനെ, പാരലൽ റെസൊണന്റ് സർക്യൂട്ടിന്റെ അടക്കം നിങ്ങൾക്ക് ഡെറൈവ് ചെയ്ത് പോകാനേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, ശരി ശരി. നോക്കിയോ ഇവിടെ ഡെറിവേഷൻ അല്ലേ, റെസൊണന്റ് ഫ്രീക്വൻസി ഡെറിവേഷൻ. അതായത് നമുക്ക് കണ്ടീഷൻ വി നോ at resonance XL equal to XC. XL equal to XC. ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സലിന്റെ വാല്യൂ എന്താണ്? 2πFL. എക്സിയുടെ വാല്യൂ എന്താണ്? 1/2πFC. സോ ഫ്രീക്വൻസിയുടെ വാല്യൂ എന്തായിരിക്കും? ഈ ഫ്രീക്വൻസി അങ്ങോട്ട് മൾട്ടിപ്ലൈ കേട്ടോ. അപ്പൊ ഈ 2π സ്ക്വയർ ആവും. അപ്പൊ ഇവിടെ 2π സ്ക്വയർ എന്ന് വരും, LC വരും അല്ലേ? ഇവിടെ ഈ എഫും കൂടെ ചേർത്ത് F സ്ക്വയർ ആവും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി എന്താ വരുന്നത്? F ഈക്വൽ ടു റെസൊണന്റ് ഫ്രീക്വൻസിയിലാണല്ലേ, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ആണല്ലേ. വി നോ അറ്റ് റെസൊണൻസ് ഓർ റെസൊനേറ്റിംഗ് ഫ്രീക്വൻസി എഫ് നമ്മൾ എഫ് നോട്ട് എന്നോ എഫ് ആർ എന്നോ ഡിനോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് എഫ് ആർ ആണ് കേട്ടോ. എഫ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് 1/2π the whole square into LC. So taking 1/2π the whole square outside and ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? FR equal to 1/2π root LC 1/LC root 1/LC. ക്ലിയർ? അപ്പോൾ റൂട്ട് മുകളിൽ 1 വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. FR equal to എന്താ എഴുതാം? 1/2π root LC 1/2π root LC. ഓർ ഇതിപ്പോ നമ്മൾ കണ്ടുപിടിച്ചത് എന്തിനാണ്? ഫ്രീക്വൻസി ഹെർട്സിന്റെ ടൈംസിലാണ്. നമ്മളത് കണ്ടുപിടിച്ചത്. സപ്പോസ് ഈ റെസൊണന്റ് ഫ്രീക്വൻസി നമുക്ക് ഇങ്ങനെ ഡെറൈവ് ചെയ്യാം. അതായത് XL equal to XC എന്നാണല്ലോ കണ്ടീഷൻ. therefore omega R into L equal to omega R into C എന്നും പറയാം. X എന്ന് പറഞ്ഞാൽ ഒമേഗ എല്ലും XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ ഇൻറ്റു സി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാമായിരുന്നു. 1/omega C അവിടെ കഷ്ടമുണ്ട്. 1/omega RC ആണ്. ഓക്കെ, ഒമേഗ ഈക്വൽ 2πF, അങ്ങനെയാണ് നമുക്ക് ഇവിടെ 2πF കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒമേഗ ആർ കണ്ടുപിടിക്കാം. ഒമേഗ ആർ ഈക്വൽ ടു ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/LC. therefore omega r equal to root of 1/LC, that is equal to 1/root LC. അപ്പോൾ റേഡിയൻസ് പെർ സെക്കൻഡ് ടൈംസ് പറയുകയാണെങ്കിൽ ഒമേഗ ആർ ഈക്വൽ ടു 1/root LC.
ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത് റേഡിയസ് പെർ സെക്കൻഡ് ഹെർട്സ്. റെസൊണന്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന രണ്ട് ഫോർമുലയാണ്. നമ്മൾ ഇത് രണ്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. രണ്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോഴേ എന്താണ് സംഭവിക്കാന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇത്രയും മനസ്സിലായോ? ഇത് ഓറാണ് കേട്ടോ. രണ്ട് ഇക്വേഷനും അറിഞ്ഞിരിക്കുക, രണ്ടെണ്ണം അറിഞ്ഞിരിക്കുക. ഇത് രണ്ട് ഡെറിവേഷൻ ഒന്നും അല്ല, ഒറ്റ ഡെറിവേഷൻ തന്നെയാണ്, രണ്ട് രീതിയിൽ എഴുതിക്കുന്നതേ ഉള്ളൂ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? റെസൊണൻസിൽ എന്താണ് സംഭവിക്കുന്നത്? റെസൊണന്റ് കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താ സംഭവിക്കുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞ എന്തുമായിരുന്നു? ഒരു ഫ്രീക്വൻസി എത്തിയപ്പോൾ ഇംപെഡൻസ് മിനിമം ആണെന്നും പറഞ്ഞു അല്ലേ? ഇംപെഡൻസ് ഞാൻ ഇങ്ങനെയല്ല വരച്ചേ. ഇംപെഡൻസ് മിനിമം ആണെന്നും പറഞ്ഞു, കറണ്ട് മാക്സിമം ആണെന്നും പറഞ്ഞു. അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അതായത് കറണ്ട് മാക്സിമം, അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. കറണ്ട് മാക്സിമം. ഓക്കെ, കറണ്ട് മാക്സിമം അല്ലേ? കറണ്ട് മാക്സിമം. അപ്പൊ നമുക്ക് ഒരുപാട് ഫ്രീക്വൻസി അവൈലബിൾ ആയിരിക്കും അല്ലേ? നമ്മളൊരു ഒരു സാധനം അല്ലെങ്കിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനല് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യണം. പക്ഷെ അതിന്റെ റിസീവിംഗ് സ്റ്റേഷൻ നോക്കുമ്പോഴേ അവ മാത്രമല്ല, ഒരുപാട് ട്രാൻസ്മിറ്റേഴ്സ് അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്തേക്കാം, ഫ്രീ സ്പേസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മൾ പർട്ടിക്കുലർ ഫ്രീക്വൻസി ഇപ്പം നമ്മൾ ചാനൽ മാറ്റുകയാണ്. ശ്രദ്ധിച്ചോണം, നമ്മൾ ചാനൽ മാറ്റുകയാണ്. ചാനൽ മാറ്റുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമ്മൾ ഓരോ റെസൊണന്റ് ഫ്രീക്വൻസിയും ട്യൂൺ ചെയ്യാണ്. കാര്യം ഓരോ കറസ്പോണ്ടിങ് സിഗ്നൽസിന് അല്ലെങ്കിൽ ഓരോ കറസ്പോണ്ടിങ് ചാനൽസിനും ഓരോ എന്താണ് റെസൊണന്റ് ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ റിമോട്ട് വെച്ച് ചാനൽ മാറ്റുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ആ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഈ എൽ സിയിലെ ആ എൽ സിയുടെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ മാറ്റുകയാണ് ചെയ്യുന്നത്. ആ കപ്പാസിറ്റൻസിന്റെ വാല്യൂ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുന്നത്? റെസൊണേറ്റീവ് ഫ്രീക്വൻസി മാറും. അപ്പോൾ വേറൊരു റെസൊണേറ്റീവ് ഫ്രീക്വൻസി, അപ്പോൾ അതിന്റെ കർവ് അല്പം ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ടായിരിക്കും മാറുന്നത്. അപ്പോൾ വേറൊരു റെസൊണേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, അതിന്റെ ബാക്കി കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിന് കുറച്ച് ടേംസും കാര്യങ്ങളും പഠിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? കപ്പാസിറ്റർ വേരി ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ ചാനൽ ട്യൂൺ ചെയ്യുന്നത്. ട്യൂണിങ് സർക്യൂട്ട്. അപ്പോൾ ട്യൂണിങ് സർക്യൂട്ടിനാണ് നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നത്? റെസൊണൻസ് സർക്യൂട്ട് ഉപയോഗിക്കുന്നത് ട്യൂണിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ കപ്പാസിറ്ററിന്റെ വാല്യൂ നമ്മൾ റിമോട്ട് വെച്ച് വേരി ചെയ്തതിന് ശേഷം അതിന് റെസൊണന്റ് ഫ്രീക്വൻസി മാറും. റെസൊണന്റ് ഫ്രീക്വൻസി എന്താ സംഭവിക്കുന്നത്? കറണ്ട് എന്താണ്? മാക്സിമം ആണ്. therefore പവർ എന്താണ്? പവർ റിസപ്ഷൻ, നമ്മൾ എടുക്കുന്ന പവർ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പം നമ്മൾ ആ റെസൊണന്റ് ഫ്രീക്വൻസി ട്യൂൺ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയിൽ ഒരു ചാനൽ ഉണ്ടാവും. ആ ചാനലായിരിക്കും മാക്സിമം സ്ട്രെങ്തോടെ നമുക്ക് കിട്ടുക. മനസ്സിലായോ? ഓക്കെ, ഇതിനെ നമുക്ക് ഐ മാക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഐ മാക്സ് എന്ന് വിളിക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഐ മാക്സിന്റെ 1/√2 ടൈംസ്, അതിനെ നമ്മൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിക്കുക, ഐ മാക്സിന്റെ, ഇത് ഐ മാക്സ് ആണ്, ഐ മാക്സിന്റെ 1/√2 ടൈംസ്, അതായത് 1/√2 എന്ന് പറഞ്ഞാൽ 0.707 ടൈംസ് ഓഫ് ഐ മാക്സ്. ഓക്കെ, അപ്പോൾ 0.707 ടൈംസ് ഓഫ് ഐ മാക്സ് എന്നൊരു കണ്ടീഷൻ, ഒരു വാല്യൂ കിട്ടത്തില്ലേ? അതായത് ബ്രാക്കറ്റ് എഴുതിക്കണോ 1/√2 ടൈംസ് ഓഫ് ഐ മാക്സ്. കറസ്പോണ്ടിങ് അവിടെ നിന്ന് ഒരു ലൈൻ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ രണ്ട് ഫ്രീക്വൻസി കിട്ടും. ഒന്ന് താഴോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഒരു ഫ്രീക്വൻസി F1 എന്ന് വിളിക്കാം, മറ്റൊരു ഫ്രീക്വൻസി F2 എന്ന് വിളിക്കാം. ദീസ് ആർ നോൺ ആസ് ഹാഫ് പവർ ഫ്രീക്വൻസീസ്. F1 ആൻഡ് F2 നിങ്ങൾ ഈ ഫിഗർ വരച്ചോ കേട്ടോ. ഫിഗർ വരച്ചോ. ദീസ് ആർ നോൺ ആസ് എന്താണ്? F1 ആൻഡ് F2 ആർ നോൺ ആസ് F1 ആൻഡ് F2 ആർ കമ്പൈൻലി നോൺ ആസ് ഹാഫ് പവർ ഫ്രീക്വൻസീസ്. എന്തുകൊണ്ടാണ് ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്? ഓക്കെ, നമ്മളെ ഈ മാക്സിമം വാല്യൂല് പവർ എന്തായിരിക്കും? ഐ മാക്സ് സ്ക്വയർ ഇൻറ്റു ആർ, അതല്ലേ മാക്സിമം പവർ. ഏത് ആറാണ്? നമ്മുടെ സർക്യൂട്ടിൽ ആറാണ്. സർക്യൂട്ടിൽ നമ്മൾ ആദ്യം പഠിച്ചില്ലേ? RLC സർക്യൂട്ടിൽ ആറല്ലേ? ആ ആറാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഐ മാക്സ് സ്ക്വയർ ഇൻറ്റു ആർ ആയിരിക്കും. പക്ഷെ ഹാഫ് പവർ ഫ്രീക്വൻസിയിലെ F1 പവർ എന്തോ ആയിരിക്കും? അവിടുത്തെ കാരണം എന്താണ്? IM/√2. അപ്പം IM/√2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? IM സ്ക്വയർ. ഓക്കെ, R/2 അല്ലേ? √2ന്റെ ഹോൾ സ്ക്വയർ 2 വരും. നേരത്തെ കിട്ടിയതിന്റെ ഹാഫ് പവറിലെ ഇപ്പൊ കിട്ടുന്നേ. നേരത്തെ മാക്സിമം പവർ ആണെങ്കിൽ
ഇത് മാക്സിമം പവർ ആണെങ്കിൽ ഇതെന്തുമായിരിക്കും? ഹാഫ് പവർ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ F1 and F2 are known as half power frequencies. ഓക്കെ, ഹാഫ് പവർ ഫ്രീക്വൻസീസ്. ഇനി പറയേണ്ട ഒരു കാര്യം, ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് ജസ്റ്റ് ലെക്ചർ നോട്ടായിട്ട് എഴുതിയാൽ മതി, നോട്ടായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. മെയിൻ ടോപ്പിക്കുകൾ ഞാൻ ലാസ്റ്റ്, കമ്പാരിസൺ ആണ് സീരീസും പാരലും, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. പാരൽ ഇന്ന് എന്തായാലും തീരത്തില്ല, അടുത്ത ക്ലാസ്സിൽ പാരലും കൂടെ എടുത്തിട്ട് കമ്പാരിസൺ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ പറഞ്ഞു വന്നതായിരുന്നു ഹാഫ് പവർ ഫ്രീക്വൻസി. ഇനി ഇവിടെ നോക്കിയേ, ഇത് എഴുതിയല്ലോ ഹാഫ് പവർ ഫ്രീക്വൻസി. ഞാനിത് എറൈസ് ചെയ്യാണിത്. എഴുതാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, ഇല്ലല്ലോ? ശരി. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറഞ്ഞതായിരുന്നു ഈ F1 F2 നമ്മൾ ഹാഫ് പവർ ഫ്രീക്വൻസി പറയും. ഇനി ഈ F2 മൈനസ് F1 എന്ന് പറഞ്ഞാൽ എന്തുവാണ് സംഭവം? നിങ്ങൾക്ക് അറിയാം എന്താണ്? ബാൻഡ് വിഡ്ത്ത് അല്ലേ? ബാൻഡ് വിഡ്ത്ത് അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഈ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന സാധനം ഏറ്റവും കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് നമുക്ക് എന്താണ് ബാക്കി സിഗ്നൽസുമായിട്ട് ഇന്ററാക്ഷൻ വരത്തില്ല. ഇവിടെ ഈ ഫ്രീക്വൻസിയിലൊക്കെ വേറെ സിഗ്നൽസ് ഉണ്ടാവും അല്ലേ? വേറെ ഒരുപാട് സിഗ്നൽസ് ഒക്കെ ഉണ്ടാവും അല്ലേ? നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. പക്ഷെ ബാൻഡ് വിഡ്ത്ത് കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു മോർ പവർ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷേ നമുക്ക് പ്രോപ്പറായിട്ട് പർട്ടിക്കുലർ നമ്മൾ ഉദ്ദേശിക്കുന്ന ചാനല് നോയ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് എടുക്കണമെങ്കിൽ ബാൻഡ് വിഡ്ത്ത് കുറവായിരിക്കണം. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, F2 മൈനസ് F1 ഈക്വൽ ടു ബാൻഡ് വിഡ്ത്ത്. അതിൻ്റെ ഒരു ഡെറിവേഷൻ, ചെറിയൊരു ഫോർമുലയും കൂടെ. എന്താണ് F1 കണ്ടുപിടിക്കേണ്ട ഒരു ഫോർമുല, F2 കണ്ടുപിടിക്കേണ്ട ഒരു ഫോർമുല? ഈ ഡിസ്റ്റൻസിലെ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബാൻഡ് വിഡ്ത്തിന്റെ ഒരു ഫോർമുല ഉണ്ട് കേട്ടോ. ബാൻഡ് വിഡ്ത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ്, R by this bandwidth equal to R by 2 pi L or R by 2 pi L എന്ന് തൽക്കാലം എടുക്കാം. തൽക്കാലം R by 2 pi L എന്ന് എടുക്കാം. R by 2 pi L എന്ന് എടുക്കാം. ഓക്കെ, R by 2 pi L എടുക്കാം. ഓക്കെ, ഇതാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷൻ കൂടെ നിങ്ങൾ എഴുതിക്കോ. If frequency in hertz, then bandwidth is equal to R by 2 pi L. If frequency is in rads per second, therefore bandwidth is equal to R by L എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്ന് എഴുതിയെടുത്തേ. ഇവിടെ കുറച്ച് ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിന്റെ ഡെറിവേഷൻ ഒന്നും ഞാൻ എടുക്കുന്നില്ല. R by 2 pi L എങ്ങനെ കിട്ടി, R by L എങ്ങനെ കിട്ടി, അതൊന്നും ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് R by 2 pi L എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ഡിസ്റ്റൻസ് എന്തുമായിരിക്കും? R by 4 pi L അല്ലേ? R by 4 pi L അല്ലേ? ഇത്രയും ഡിസ്റ്റൻസ് വീണ്ടും എന്തുമായിരിക്കും? R by 4 pi L അല്ലേ? മനസ്സിലാവുന്നുണ്ടോ അല്ലേ? അപ്പൊ ഞാൻ പറയട്ടെ, ഈ FRൽ നിന്ന് R by 4 pi L കുറച്ച F1 കിട്ടത്തില്ലേ? അപ്പൊ നമുക്കൊരു ഇക്വേഷൻ എഴുതി കൂടെ, എന്താണ്? F1 ഈക്വൽ ടു FR മൈനസ് R by 4 pi L എന്ന് എഴുതി കൂടെ. ആൾസോ F2 ഈക്വൽ ടു FR പ്ലസ് R by 4 pi L എന്ന് എഴുതി കൂടെ. 2 വാല്യൂ കിട്ടത്തില്ലേ? 2 വാല്യൂ കിട്ടും. ക്ലിയർ? Here F1 and F2 are the half power frequencies. F1 F2 ആണ് half power frequencies. നമുക്കറിയാലോ. ഇത് എഴുതിക്കോ, ഈ ഫോർമുല എഴുതിക്കോ. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, അതായത് F1 F2 ഹാഫ് പവർ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണത്. അല്ലാതെ വേറൊരു ടേംസിൽ എങ്ങനെ പറയാൻ പറ്റും? മറ്റൊരു രീതിയിൽ ഒമേഗ 1ഉം ഒമേഗ 2 എന്നും പറയാലോ. ഈ ഒമേഗ ആറിന് FRന് ഒമേഗ 6 എന്നും മറ്റേ ഒമേഗ 1 ഒമേഗ 2 എന്നും പറയാലോ. റേഡിയൻസ് പെർ സെക്കൻഡിലും പറയാലോ. ഇത് കർവിനൊന്നും വ്യത്യാസം വരത്തില്ല. ഇവിടുത്തെ വാല്യൂവിന് വ്യത്യാസം വരും. എന്ത് വരും? ഇവിടെ R by L ആയിരിക്കും ടോട്ടൽ വരുന്നത്. പകുതി എന്തായിരിക്കും? R by 2L. ഓക്കെ, അതായിരിക്കും പകുതി വരുന്നത്. നിങ്ങൾ എഴുതേണ്ടത് അത് ഞാനിവിടെ ഞാൻ രേഖപ്പെടുത്തിക്കോളാം. ഓക്കെ,
ഒമേഗ 1 ആണ് കണ്ടുപിടിക്കുന്നെങ്കിലോ ഒമേഗ ആർ മൈനസ് ആർ ബൈ 4π പകരം ആർ ബൈ 12 അല്ലേ? വേണമെങ്കിൽ ആ കർവ് ഒന്നും കൂടെ ഇവിടെ വരച്ചത് കാണിച്ചു തരാം. ഒമേഗ ആറിന്റെ ടൈംസിൽ ഇതാണ് ഒമേഗ 1, ഇത് ഒമേഗ 2. ഇപ്പൊ ഒമേഗയുടെ ടൈംസിലാണ് ഇത് റെസൊണന്റ് ഫ്രീക്വൻസി ഒമേഗ ആർ. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വേണമെങ്കിൽ കിട്ടോ. ഓക്കെ, ഒമേഗ ആർ. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നതായിരുന്നു. ഇവിടെ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് എന്താണ്, ഏത് തൊട്ട് ഏത് വരെ മുഴുവൻ ഒമേഗ 1 തൊട്ട് ഒമേഗ 2 വരെ എന്താണ് ആർ ബൈ എൽ. പകുതി ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? പകുതി ഡിസ്റ്റൻസ് ആർ ബൈ 12. ഇവിടെ എന്തായിരിക്കും? ആർ ബൈ 12. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? ഒമേഗ ആർ മൈനസ് ആർ ബൈ 12 ഒമേഗ ആർ പ്ലസ് ആർ ബൈ 12. മനസ്സിലായല്ലോ? ഇനി ഇവിടുത്തെ ബാൻഡ് വിഡ്ത്ത് ഒമേഗ 2 അത് നമ്മൾ എഴുതിയിട്ടുണ്ടോ? അതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, ആർ ബൈ എൽ. മനസ്സിലായി? ആർ ബൈ എൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്റെ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഇത് നോട്ട് ചെയ്തോണം നിങ്ങൾ. ഇതിന് എഴുതാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. പിന്നെ ക്വാളിറ്റി ഫാക്ടറും സെലക്ടിവിറ്റി, രണ്ട് കാര്യം കൂടെ പറയാനുണ്ട്. ക്വാളിറ്റി ഫാക്ടറും സെലക്ടിവിറ്റി. ഇത് മേജർ ആപ്ലിക്കേഷൻ ഓഫ് റെസൊണന്റ് സർക്യൂട്ട് എന്നാണ് ട്യൂണിംഗ് പർപ്പസ് അല്ലേ? ട്യൂണിംഗ് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും അല്ലേ? ബൈ വേരിയിങ് ദ കപ്പാസിറ്റൻസ് നമുക്കൊരു പർട്ടിക്കുലർ റെസൊണന്റ് ഫ്രീക്വൻസി എടുക്കാൻ പറ്റും. അങ്ങനെ ആ പർട്ടിക്കുലർ റെസൊണന്റ് ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാനൽ നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്ത ഇത് ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വാളിറ്റി ഫാക്ടർ. ഹെഡിങ് കൊടുത്തോണ്ട് ക്വാളിറ്റി ഫാക്ടർ, ഇതിനകത്തുള്ളത് തന്നെ ക്വാളിറ്റി ഫാക്ടർ. ഈ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യൂ ഒക്കെ തന്നെയാണ്. ഈ ക്വാളിറ്റി ഫാക്ടർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? ക്യൂ ആണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിക്കോണം ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് അക്രോസ്. എഴുതിക്കോണം ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഓർ കപ്പാസിറ്റർ. റേഷ്യോ ഓഫ് വോൾട്ടേജ് ഓർ ഇൻഡക്ടർ ഓർ കപ്പാസിറ്റർ ടു വോൾട്ടേജ് അറ്റ് റെസൊണൻസ്. ഇങ്ങനെ എഴുതിക്കോണം. ഇറ്റ്സ് എ റേഷ്യോ ഓഫ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഓർ കപ്പാസിറ്റർ അറ്റ് റെസൊണൻസ് എന്നും കൂടെ ഉണ്ട് കേട്ടോ. അറ്റ് റെസൊണൻസ്. ഇറ്റ്സ് എ റേഷ്യോ ഓഫ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഓർ കപ്പാസിറ്റർ അറ്റ് റെസൊണൻസ് ടു വോൾട്ടേജ് അറ്റ് റെസൊണൻസ്. So VL, voltage across inductor at resonance by voltage at resonance V. Also VC by V. ഇത് രണ്ടും ക്വാളിറ്റി ഫാക്ടറിന്റെ ഫോർമുലയാണ്. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ ഒരു സർക്യൂട്ട് ഉണ്ട്, ഒരു R, ഒരു L, ഒരു C. RLC സർക്യൂട്ട് ഉണ്ട്. RLC സർക്യൂട്ടിലെ R, XL, XC അല്ലേ? ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി എഫ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാല്യൂ ആയിരിക്കും, ഒരു 100 ഹെർട്സ് ആയിരിക്കും. ഫ്രീക്വൻസി വേരി ചെയ്യണം. നമ്മൾ സാധാരണ AC സപ്ലൈ അല്ല, ഫ്രീക്വൻസി കൂടുതലായിരിക്കും. കാര്യം ഇത് നമ്മൾ എന്താണ് ട്രാൻസ്മിഷൻ റിസീവിങ്ങിനായിട്ട് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും. ഓക്കെ, ഇതേപോലെ ഒരുപാട്, ഇതൊരു റിസീവർ ആണ്, ഒരു ആന്റിന ആയിരിക്കും. ഓക്കെ, അപ്പോൾ പർട്ടിക്കുലർ ഫ്രീക്വൻസി വരുമ്പോഴായിരിക്കും ഇത് റിസീവ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നത്. മനസ്സിലായോ? ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി വരുന്നുണ്ടാവും. ആ പർട്ടിക്കുലർ ഫ്രീക്വൻസി കാരണം ഇവിടെ ഒരു കറണ്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം എക്സലിന്റെ വാല്യൂ എന്താ സംഭവിക്കുന്നത്? ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ എക്സലിന്റെ വാല്യൂ കൂടുതലായിരിക്കും അല്ലേ? എക്സലിന്റെ വാല്യൂ കൂടുതലായിരിക്കും. റെസൊണന്റ് ഫ്രീക്വൻസി സമയത്ത് എക്സലും എക്സി ഈക്വൽ ആയിരിക്കത്തില്ലേ? എക്സൽ ഈക്വൽ ടു എക്സി ആയിരിക്കത്തില്ലേ? കാര്യം ഞാൻ പറഞ്ഞത് ഹയർ ഫ്രീക്വൻസി ആണ്, ചിലപ്പോൾ കിലോ ഹെർട്സ് റേഞ്ചിലൊക്കെ ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ എക്സലിന്റെ വാല്യൂ എന്തായിരിക്കും? അത്രയും വലുതാണ്. കാര്യം എക്സലിന്റെ വാല്യൂ എന്താണ്? 2πfl ആണ്.
മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കണം, ഒരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രീക്വൻസി കിലോ ഹെഡ്സ് ടേംസിലാകുമ്പോൾ ഇൻറ്റു 1000 എന്ന റേഞ്ചിലേക്ക് വരും ഇത് എക്സലിന്റെ വാല്യൂ. Therefore, voltage at resonance, voltage across the inductor എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? എനി വാല്യൂ, ഇത് എത്ര ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? കൂടി പോയി കഴിഞ്ഞാൽ ഇൻഡക്ടൻസിന്റെ വാല്യൂ ഒരു 0.5 അല്ലേ, ഇൻറ്റു 1000, therefore 500 വോൾട്ട് എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഒരു പക്ഷേ 230 വോൾട്ട് ആയിരിക്കും. ഞാൻ എക്സാക്ട് ആൻസർ അല്ല, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. എക്സാക്ട് ആൻസർ അല്ല ഈ പറഞ്ഞത്, ജസ്റ്റ് റൗണ്ടഡ് വാല്യൂസ് ആണ്. അപ്പോൾ 230 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഇൻഡക്ടറിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും? എങ്ങനെയാണ് 500 കിട്ടിയേ? അതുവഴി പോകുന്ന കറണ്ട് ഐ ഇൻറ്റു അവിടുത്തെ എക്സൽ, ഐ ഇൻറ്റു എക്സൽ അല്ലേ? എക്സൽ എത്രയാണ് ഞാൻ അവിടെ പറഞ്ഞത്? എക്സലിന്റെ വാല്യൂ ആണ് ഞാൻ ഇപ്പോൾ എഴുതി 500 കേട്ടോ. 500 എക്സലിന്റെ വാല്യൂ ആണ് 500 എന്ന് പറഞ്ഞ് കിട്ടിയ. ഒരു സെക്കൻഡ്, എക്സലിന്റെ വാല്യൂ ആണ് 500 എന്ന് പറഞ്ഞ് കിട്ടിയ കാര്യം ഇത് ജസ്റ്റ് റഫ് വാല്യൂ എടുത്തതാണ്. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി. ഞാനത് റബ്ബ് ചെയ്ത് ഒന്നുകൂടെ പറഞ്ഞുതരാം. നോക്കിയേ, ഒരു സർക്യൂട്ട് എടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു റിസീവിങ് ആന്റിന ആയിരിക്കും. അത് പല പല ഫ്രീക്വൻസിയും സ്വീകരിക്കാൻ തയ്യാറാക്കിയിരിക്കും. ഒരു പർട്ടിക്കുലർ റെസൊണന്റ് ഫ്രീക്വൻസി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയിലെ സിഗ്നൽ മാത്രമേ അവർ റിസീവ് ചെയ്തതിനു ശേഷം നമ്മൾ സർക്യൂട്ടിലേക്ക് എൻട്രി ചെയ്യിക്കത്തുള്ളൂ. അങ്ങനെ അവിടെ സംഭവിക്കുമ്പോൾ ഈ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ എന്താണ് സംഭവിക്കുന്നത്? മാഗ്നറ്റൈസ് ചെയ്യുക, അല്ലെ മാക്സിമൈസ് ചെയ്യുക. അതായത് അതിനെ എന്താണ് കൂട്ടും, അതിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കൂട്ടും. മീൻസ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ബൂസ്റ്റ് ചെയ്യും. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ എന്ത് ചെയ്യും? ബൂസ്റ്റ് ചെയ്യും. സോ RLC സീരീസ് റെസൊണൻസ് സർക്യൂട്ട് will act as voltage booster. RLC series resonance circuit will act as voltage booster. വോൾട്ടേജ് ബൂസ്റ്റർ ആയിട്ട് ഇത് ആക്ട് ചെയ്യും. മനസ്സിലായോ എന്താണ് ബൂസ്റ്റർ? അത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്ത് നോക്കുക. നിങ്ങൾ 230 വോൾട്ട് ആയിരിക്കും കൊടുക്കുക, പക്ഷെ അതേ റെസൊണൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്തുമായിരിക്കും? എക്സലിന്റെ വാല്യൂ എന്തുമായിരിക്കും? നേരത്തെ പറഞ്ഞില്ലേ, 230ക്കാളും വലിയ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. എക്സലിന്റെ ആയാലും എക്സിയുടെ ആയാലും അതേപോലെ തന്നെയാണ്. കാരണം നിങ്ങൾക്കറിയാം അറ്റ് റെസൊണൻസ് എക്സൽ ഈക്വൽ ടു എക്സി ആണ്. നിങ്ങൾക്കറിയാം VL എന്ന് പറഞ്ഞാൽ I ഇൻറ്റു എക്സൽ, VC എന്ന് പറഞ്ഞാൽ I ഇൻറ്റു എക്സി. എക്സൽ ഈക്വൽ ടു എക്സി ആണെങ്കിൽ രണ്ടിന്റെയും വാല്യൂ വലുതാണെങ്കിൽ ഇത് രണ്ടിന്റെ വാല്യൂ BL ഉം BC ഈക്വൽ ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഓപ്പോസിറ്റ് സൈൻ. കാര്യം എക്സി മൈനസ് ആണല്ലോ. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതൊരു വോൾട്ടേജ് ബൂസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും അറ്റ് റെസൊണൻസ്. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഇതിനെ നമ്മൾ അക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് പറയും കേട്ടോ. ഇപ്പൊ നിങ്ങൾ എഴുതിക്കോണം, ഇത് ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എഴുതിക്കോണം. ഇത് പിന്നെ ലാസ്റ്റ് കമ്പാരിസണിൽ ഒരു പക്ഷെ പറയുന്നുണ്ടാവും, ഞാനത് നോക്കിയില്ല, ചിലപ്പോൾ അതിലുണ്ടാവും, കമ്പാരിസണിൽ ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞു വന്നായിരുന്നു അത് അക്സെപ്റ്റർ സർക്യൂട്ട്. അക്സെപ്റ്റർ സർക്യൂട്ട് ആണെന്ന കാരണവും ഞാൻ പറഞ്ഞു വരുന്നു. അവിടെ നിന്ന് വോൾട്ടേജ് അക്സെപ്റ്റർ സർക്യൂട്ട് ആണ് കാരണം പറഞ്ഞിട്ടില്ല അല്ലേ? എങ്ങനെ അക്സെപ്റ്റർ സർക്യൂട്ട് ആവുന്നേ? നോക്കിയേ, ഇവിടെ നമ്മൾ ഇംപെഡൻസിന്റെ വേവ് വരച്ചില്ലേ? ഇംപെഡൻസ് ഇങ്ങനെയാണ്, കറണ്ട് തിരിച്ചാണ്. ഇംപെഡൻസ് താഴേക്കും, ശരി, ഇംപെഡൻസ് നമ്മൾ താഴോട്ടും കറണ്ട് മുകളിലോട്ടാണ് വരച്ചത്. ഇത് Z, മറ്റേതായി. അങ്ങനെയല്ലേ പഠിച്ചത് അല്ലേ? അപ്പൊ മറ്റേ റെസൊണൻസിൽ എന്താണ് സംഭവിക്കുന്നത്? കറണ്ട് മാക്സിമം ആണ് അല്ലേ? മാക്സിമം പവറിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ റെസൊണന്റ് ഫ്രീക്വൻസിയിൽ പവറിനെ അക്സെപ്റ്റ് ചെയ്യാണ്. ഓക്കെ, മാക്സിമം പവർ റിസീവ് ചെയ്യാണ്. അപ്പൊ എന്താണ് അതിന് നമുക്ക് എന്ത് വിളിക്കാം? RLC സീരീസ് സർക്യൂട്ട് ആക്ട് ആസ് എ അക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ വോൾട്ടേജ് ബൂസ്റ്ററും പറഞ്ഞു, അക്സെപ്റ്റർ സർക്യൂട്ടും പറഞ്ഞു, ഇതിന്റെ പ്രത്യേകതകൾ. ഓക്കെ, പിന്നെ സെലക്ടിവിറ്റി ഇത് മനസ്സിലായാലോ? അപ്പം എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞ ക്വാളിറ്റി ഫാക്ടർ കഴിഞ്ഞില്ലല്ലോ. ക്വാളിറ്റി ഫാക്ടറിന്റെ പകുതിയിൽ എത്തിയപ്പോഴാണ് ഇതിലോട്ട് പോയത്. അപ്പോൾ വോൾട്ടേജ് ബൂസ്റ്റർ ആവുന്ന കാര്യം ഞാൻ പറഞ്ഞു, അക്സെപ്റ്റർ സർക്യൂട്ട് ആണെന്ന് പറഞ്ഞു. RLC സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ അക്സെപ്റ്റർ സർക്യൂട്ട് ആയിരിക്കും, വോൾട്ടേജ് ബൂസ്റ്റർ ആയിരിക്കും. ഇനി ഇവിടെ ക്വാളിറ്റി ഫാക്ടറിന്റെ കാര്യമാണ്, അതിനെ ഞാൻ ബാക്കി ഇതിനകത്ത് നിന്നൊന്ന് മാറ്റിയെടുക്കുകയാണ്. ഇതൊന്നും നിങ്ങൾ വരയ്ക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എഴുതിയിട്ടുണ്ടല്ലോ ഇത്. അക്സെപ്റ്റർ സർക്യൂട്ടും വോൾട്ടേജ് ബൂസ്റ്ററും ഉണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇവിടെ നോക്കിയേ, ഈ ഇക്വേഷനോ എടുത്താൽ മതി ക്വാളിറ്റി ഫാക്ടർ ഡെറിവേഷന് വേണ്ടിയിട്ട്. ഇതോ എടുത്താൽ മതി. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഓർ കപ്പാസിറ്റർ അറ്റ് റെസൊണൻസ് ബൈ വോൾട്ടേജ് അറ്റ് റെസൊണൻസ് എന്നാണ് പറയുന്നത്. സോ VL നെ നമുക്ക് I ഇൻറ്റു XL എന്ന് വിളിക്കാം. XL R എന്ന് വിളിച്ച തെറ്റില്ലല്ലോ, റെസൊണൻസ് ആയതുകൊണ്ട്. ബൈ V ഇൻറ്റു I ഇൻറ്റു Z. B എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ therefore I ഇൻറ്റു ടോട്ടൽ Z അറ്റ് അത് റെസൊണൻസ് ആണ്.
റെസൊണൻസിൽ ഇംപെഡൻസ് എത്രയാണ് നമ്മൾ പഠിച്ചത്? ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ. ആറ് മാത്രമേ ഉള്ളൂ. കാര്യം റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് ഇ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഈ ടേം എന്തോ ആവും? 0 ആവും. സോ റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞത് 6 ആവും. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ ഐ ഇൻറ്റു ആർ എന്ന് എഴുതാം. ന്യൂമറേറ്ററിലോ ഐ ഇൻറ്റു എക്സ് എൽ ആർ ആണ്. എക്സ് എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്ടൻസസ്. ദെയർഫോർ ഒമേഗ ആർ ഇൻറ്റു എൽ എന്ന് എഴുതി കൂടെ? ഒമേഗ ആർ ഇൻറ്റു എൽ എന്ന് എഴുതാം. ക്ലിയർ ആവുന്നുണ്ട്? ഒമേഗ ആർ ഇൻറ്റു എൽ. ഈ ഐ ഒക്കെ വെട്ടിപ്പോവും. ദെയർഫോർ ക്വാളിറ്റി ഫാക്ടറാണ് ഡെറൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റി ഫാക്ടറാണ് ഡെറൈവ് ചെയ്യുന്നത്. ദെയർഫോർ ഒമേഗ ആർ ബൈ ഇതും എഴുതാം ക്വാളിറ്റി ഫാക്ടറിനെ. ഓർ എക്സ് എൽ ബൈ ആർ എന്നും പറയാം ക്വാളിറ്റി ഫാക്ടറിന്. ഇനിയുണ്ട് ഡെറിവേഷൻ. ഈ 2π ഒമേഗ ആറിന് 2π എഫ് ആർ കൊടുക്കാമല്ലോ. ദെയർഫോർ ക്വാളിറ്റി ഫാക്ടർ ഈക്വൽ ടു 2π എഫ് ആർ, എഫ് സഫിക്സ് ആണ്, എഫ് ആർ ഇൻറ്റു എൽ ബൈ ആർ. ഓക്കെ, നമുക്കറിയാം എഫ് ആറിന്റെ വാല്യൂ എന്താണ്? 1/2π റൂട്ട് എൽ സി. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നിന്ന് എഫ് ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ആറിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore quality factor become എങ്ങനെ വരും? 2π 1π നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് 2π ഇൻറ്റു 1/2π റൂട്ട് എൽ സി ഇൻറ്റു എൽ ബൈ ആർ. ക്ലിയർ? 2π ക്യാൻസൽ ഔട്ട് ചെയ്യും അല്ലേ? പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു ആർ ഉണ്ട്. ആ ആറിനെ ഞാൻ 1/r എന്ന് ഇവിടെ ഫ്രണ്ടിൽ എഴുതി. Therefore ക്വാളിറ്റി ഫാക്ടർ ഈക്വൽ ടു 1/r ഇൻറ്റു ഇവിടെ എന്തുണ്ട്? എൽ ബൈ റൂട്ട് എൽ സി എന്ന് വരും അല്ലേ? എൽ ബൈ റൂട്ട് എൽ സി. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനൊന്ന് കുറച്ചൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ റീഅറേഞ്ച് ചെയ്യുന്നത്. കാര്യം നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത ഫോർമുല ഉണ്ട്. എങ്ങനെ എഴുതാം? 1/rനെ അങ്ങനെ തന്നെ എഴുതുക. ഈ എല്ലിനെ റൂട്ട് എൽ ഇൻറ്റു റൂട്ട് എൽ എന്ന് എഴുതാമല്ലോ. വെറും എൽ അല്ലേ? അപ്പൊ അവന് റൂട്ട് എൽ ഇൻറ്റു റൂട്ട് എൽ എന്ന് എഴുതാമല്ലോ. ബൈ ഇവിടെ റൂട്ട് എൽ സിയെ റൂട്ട് എൽ ഇൻറ്റു റൂട്ട് സി എന്ന് വിളിക്കാമല്ലോ. റൂട്ട് എൽ സി അതിൽ രണ്ടെണ്ണം വെട്ടിപ്പോ. ലാസ്റ്റ് ക്വാളിറ്റി ഫാക്ടർ ഈക്വൽ ടു 1/r ഇൻറ്റു റൂട്ട് എൽ ബൈ സി. ഇതാണ് നമ്മൾ ആ സ്റ്റാൻഡർഡൈസ് ചെയ്ത ഫോർമുല, ക്വാളിറ്റി ഫാക്ടറിന്റെ ഫോർമുല. ക്ലിയർ? കംപ്ലീറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താ പഠിച്ചത്? റെസൊണന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്, സീരീസ് റെസൊണന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു അക്സെപ്റ്റർ സർക്യൂട്ട് ആണ് അല്ലേ? പിന്നെന്താ പഠിച്ചു? ഇതൊരു വോൾട്ടേജ് ബൂസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലേ? ക്ലിയർ? ശരി. പിന്നെന്താ പഠിച്ചു? ഈ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഷാർപ്നെസ് ഓഫ് ദ ടൂണിങ്, അങ്ങനെയും പറയാം കേട്ടോ. ഷാർപ്നെസ് ഓഫ് ടൂണിങ് എന്ന് ചോദിച്ചാലും എന്തുവാണ്? ക്വാളിറ്റി ഫാക്ടർ ആണ്. ഷാർപ്നെസ് ഓഫ് ടൂണിങ് എന്ന് ചോദിച്ചാൽ എന്തുവാണ്? ക്വാളിറ്റി ഫാക്ടർ ആണ്. ഓക്കെ, ഇനി ഈ ക്വാളിറ്റി ഫാക്ടർ കൂടിയ കർവും ക്വാളിറ്റി ഫാക്ടർ കുറഞ്ഞ കർവും എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമുക്ക് നോക്കാം. ജസ്റ്റ് നോക്കാം. ക്വാളിറ്റി ഫാക്ടർ കൂടുതലും ക്വാളിറ്റി ഫാക്ടർ കുറവും എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ട് നോക്കാം. ഓക്കെ, ക്വാളിറ്റി ഫാക്ടർ കൂടുതലാണെങ്കിൽ നോക്കാം. ഓക്കെ, നമുക്ക് അടുത്തത് ഈ രണ്ട് വേവിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഫാക്ടർ ഉള്ള ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാന്ന് പറയാൻ പറ്റും? നമ്മുടെ ഫോർമുലാസ് വെച്ചിട്ട് നമുക്ക് എന്തായാലും പറയാൻ പറ്റത്തില്ല. ഫോർമുലാസ് പറയാൻ പറ്റും, പക്ഷെ നമ്മളത് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും. ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ലെസർ ബാൻഡ് വിഡ്ത്ത് ആണെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ എന്തായിരിക്കും? ഹയർ വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ബാൻഡ് വിഡ്ത്ത് കുറവാണെങ്കിൽ ഓക്കെ, അപ്പൊ എന്താണ്? ബെസ്റ്റ് ക്വാളിറ്റി ഫാക്ടർ ആയിരിക്കും. അപ്പൊ അതായിരിക്കും ബെറ്റർ ക്വാളിറ്റി ഫാക്ടർ. ഓക്കെ, അപ്പൊ ബാൻഡ് വിഡ്ത്ത് ലെസ് ആണെങ്കിൽ ബെറ്റർ ക്വാളിറ്റി ഫാക്ടർ ആയിരിക്കും. ഓക്കെ, ഒന്ന് എഴുതി വെച്ചേക്കുന്ന ക്ലിയർ അല്ലേ? ശരി, ലാസ്റ്റ് വരുന്നത് സെലക്ടിവിറ്റി.
സെലക്ടിവിറ്റി. ഈ സെലക്ടിവിറ്റിക്ക് ഒരു ഫോർമുലയുണ്ട്, എന്താണെന്ന് അറിയാമോ? ബാൻഡ് വിഡ്ത്ത് ബൈ റെസൊനേറ്റീവ് ഫ്രീക്വൻസി. റെസൊനന്റ് ഫ്രീക്വൻസി, ബാൻഡ് വിഡ്ത്ത് ബൈ റെസൊനന്റ് ഫ്രീക്വൻസി, അതായത് F2 മൈനസ് F1 ബൈ FR. F2 മൈനസ് F1 ബൈ FR. F2 മൈനസ് F1 ബൈ FR. നമുക്കറിയാം F2 മൈനസ് F1 R ബൈ 2πL. R ബൈ 2πL ആണ് അതിന്റെ റെസൊനന്റ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതല്ലേ ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, F2 മൈനസ് F1 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ R ബൈ 2πL അല്ലേ. R ബൈ 4πL പകുതിയാണ് R ബൈ 4πL കേട്ടോ, തെറ്റരുത്. R ബൈ 2πL ആണ്. R ബൈ 2πL. ഓക്കെ, ആ R ബൈ 2π ഓക്കെ, അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? R ബൈ 2πL, ഇവിടെ ഒരു FR കൂടെ ഉണ്ട്, therefore FR. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതൊരു ഫോർമുലയായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അതേപോലെ തന്നെ R ബൈ 2π ഒമേഗ FR നെ നമുക്ക് എന്ത് എഴുതാം? ഒമേഗ R എന്ന് എഴുതാം. ഒമേഗ R ഇൻറ്റു L എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കേ, ഒമേഗ R ഇൻറ്റു L, R ബൈ ഒമേഗ R ഇൻറ്റു L അങ്ങനെയല്ല വരുന്നത്. ഒമേഗ R ഇൻറ്റു L എന്ന് പറഞ്ഞാൽ എന്താണ്? R ബൈ XL അറ്റ് റെസൊണൻസ്. XL അറ്റ് റെസൊണൻസ് അല്ലേ? ക്ലിയർ ആവുന്നുണ്ട്? ഇതാണ് എന്തിന്റെ ഫോർമുല? സെലക്ടിവിറ്റിയുടെ ഫോർമുല അല്ലേ? അത് പറയുന്നതിന് മുന്നേ, അത് എഴുതുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ നോക്കിയിട്ട് വരാം നമുക്ക്. ക്വാളിറ്റി ഫാക്ടർ ഈക്വൽ ടു XL ബൈ R ആണല്ലേ? ശരി. സെലക്ടിവിറ്റി ഈക്വൽ ടു R ബൈ XL ആണല്ലേ? സോ സെലക്ടിവിറ്റി ഈക്വൽ ടു 1 ബൈ ക്വാളിറ്റി ഫാക്ടർ എന്ന് എഴുതിക്കൂടെ? മനസ്സിലായോ? അതിൽ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരത്തില്ല, എന്നാലും ചിലപ്പം നമ്മൾ അടുത്തിനി പറയാൻ പോകുന്ന കണ്ടീഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നും. ക്വാളിറ്റി ഫാക്ടറും സെലക്ടിവിറ്റിയും അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, കാര്യം ഇനിയുള്ള ഞാൻ പറഞ്ഞില്ലേ, നാളെ അടുത്ത ആഴ്ച വെള്ളിയാഴ്ച ക്ലാസ് വരെ ചിലപ്പോൾ ഒരു 1-1.25 മണിക്കൂറേ കാണത്തുള്ളൂ. ഒരു എക്സാമിന്റെ ചെറിയ തിരക്കായതുകൊണ്ടാണ്. ഓക്കെ, ശരി. അടുത്തൊരു ടേം ഉണ്ട്. അടുത്ത ടേം അല്ല, അടുത്തൊരു ചെറിയ കണ്ടീഷനാണ്. ഇത് ക്ലിയർ ആയോ? കണ്ടീഷൻസ് എഴുതി വെക്കുക. ഇതിൽ നിന്ന് എന്തെങ്കിലും രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി ചോദിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നിങ്ങൾ ഏതൊരു ബേസിക് ലെവലിലുള്ള എക്സാംസ് നോക്കിയാലും ഇതിനകത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ള മേഖലയാണ്. ഓക്കെ, ശരി. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയണം. നോക്കിയേ, ഞാൻ ചോദിക്കട്ടെ, ഒരു സർക്യൂട്ടിന്റെ 3 കണ്ടീഷൻ പറയണം. ഈ റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ക്വാളിറ്റി ഫാക്ടർ ഇങ്ങനെ പറയാം. റെസിസ്റ്റൻസ് കൂടുമ്പോൾ ക്വാളിറ്റി ഫാക്ടർ എന്താ സംഭവിക്കുക? ക്വാളിറ്റി ഫാക്ടർ കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ? റെസിസ്റ്റൻസ് കൂടുവാണെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ കുറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിന്റെ കർവിന്റെ ആ ഒരു വേരിയേഷനും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഫസ്റ്റ് ഞാൻ വരയ്ക്കുന്ന കർവ് ദാണ്ടെ ഇവിടെ നിന്ന് വന്ന് ഇത് R3. അടുത്ത് ഞാൻ വരയ്ക്കുന്ന കർവ് അല്പം ഓക്കെ, നമുക്ക് ഇതിനെ മുകളിലോട്ട് വരയ്ക്കാം. ഇവിടെ നിന്ന് മുകളിലോട്ട് പോയിട്ട് ഇങ്ങനെ പോകുന്ന R2. അടുത്ത് വളരെ നാരോ ആയിട്ടുള്ളൊരു കർവ് R3. ഇതിന് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ആർക്കായിരിക്കും? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് മുമ്പ് പറഞ്ഞേ ഉള്ളൂ. ലെസർ ബാൻഡ് വിഡ്ത്ത് വരുന്നത് ഹൈ ക്വാളിറ്റി ഫാക്ടർ. ഹൈ ക്വാളിറ്റി ഫാക്ടർ ആണെങ്കിൽ ലെസർ എന്തുമായിരിക്കും? സോറി, തിരിഞ്ഞുപോയി. ഇത് R3, ഇത് R. മനസ്സിലായോ? ഹൈ ക്വാളിറ്റി ഫാക്ടർ ആണെങ്കിൽ ലെസർ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും അല്ലേ? ക്വാളിറ്റി ഫാക്ടർ ഹൈ ആണെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് കുറവ് ആർക്കായിരിക്കും? R1 ആയിരിക്കും. അതിനേക്കാളും കൂടുതൽ ആർക്കായിരിക്കും? ഏറ്റവും കൂടുതൽ ബാൻഡ് വിഡ്ത്ത് വരുന്നത് ആർക്കാണ്? ഇത് വരച്ചതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. R3 ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഇടയ്ക്ക് വരും കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് വരും R2.
ആ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ വരച്ചത്, R1 R2 R3. ഓക്കെ, ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഫാക്ടർ ഉള്ള ആർക്കാണ്? ക്വാളിറ്റി ഫാക്ടർ ഏറ്റവും കൂടുതലുള്ളത് ഫസ്റ്റ് സർക്യൂട്ടിന്, ഫസ്റ്റിനാണ്. ഇത് 2, ഇത് 3. ഓക്കെ, ക്ലിയർ? 1 2 3. ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള ആർക്കാണ്? അതിൻ്റെ ഏറ്റവും നാരോ ആയിട്ടുള്ള വേവ് വരുന്നത്. അപ്പോൾ അതിനാണ് ഏറ്റവും കുറവ് റെസിസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ ഓർഡർ ഞാൻ എഴുതരാം, നിങ്ങളത് ശ്രദ്ധിക്കുക. R3 R2 R1. ഏറ്റവും കൂടുതൽ R3ക്കാണ്. കാര്യം അവിടെ ക്വാളിറ്റി ഫാക്ടർ വളരെ കുറവാണ്. കാര്യം വൈഡ് ആയിരിക്കും, എൻ്റെ ലെന്ത് കണ്ടോ, ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലാണ്. സോ ക്വാളിറ്റി ഫാക്ടർ കുറവാണ്. ക്വാളിറ്റി ഫാക്ടർ കുറവാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അല്ല, ഇൻവേഴ്സിലി അല്ലേ, ഈ ഒരു നോക്കിയാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മതി നമ്മൾ അതിലായിട്ട് പോകാനായിട്ട്. ഓക്കെ, അതേപോലെ ഈ L/Cയുടെ വാല്യൂ കൂടുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ക്വാളിറ്റി ഫാക്ടർ അതും കൂടെ ഒന്ന് വേണമെങ്കിൽ വരയ്ക്കാം നമുക്ക്. L/Cയുടെ വാല്യൂ കൂടുകയാണെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ എന്താ സംഭവിക്കുന്നത്? ആറിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? കറണ്ടിന് വേരിയേഷൻ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ L/Cയുടെ വേരിയേഷൻ കൂടെ ഞാൻ വരയ്ക്കുകയാണ്. ഞാൻ ഇത് എഴുതിയിട്ടുണ്ടല്ലോ, സെലക്ടിവിറ്റിയും ക്വാളിറ്റി ഫാക്ടർ ഇൻവേഴ്സ്ലി ആണെന്ന്. ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, ഇത് ഫസ്റ്റ് തേർഡ് കണ്ടീഷൻ. അടുത്ത കണ്ടീഷൻ്റെ മുകളിൽ കൂടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ. ഓക്കെ, ഇത് സെക്കൻഡ് കണ്ടീഷൻ. ലാസ്റ്റ് കണ്ടീഷൻ ഇത് ലാസ്റ്റ് കണ്ടീഷൻ. അത് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, ക്ലിയർ? ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഫാക്ടർ ഉള്ള ആർക്കായിരിക്കും? 3ക്കാണ് അല്ലേ? അപ്പൊ ഇതിന്റെ L/Cയുടെ വാല്യൂ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? 3ക്കായിരിക്കും അല്ലേ? അപ്പൊ ഞാൻ അതിനെ ആ കണ്ടീഷൻ ഞാൻ L3/C3 ഗ്രേറ്റർ ദാൻ L2/C2 ഗ്രേറ്റർ ദാൻ L1/C1. L/C റേഷ്യോ അത് ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? നാരോ ആയിട്ടുള്ള, അതായത് ഹൈ ക്വാളിറ്റി ഫാക്ടർ ഉള്ളതിനായിരിക്കും. കാര്യം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്.